ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BFO എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളും ഉണ്ട്. ഈ ചോദ്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും നമ്മൾ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ്. നമുക്ക് നോക്കാം. BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതായത് ഏത് ടോപ്പിക്കിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ്. ഇന്ത്യൻ വനവുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ പരീക്ഷകളിൽ BFO എക്സാമുകളിൽ പല പരീക്ഷകൾ, അത് ഓൺലൈൻ ആയിക്കോട്ടെ SC/ST കാറ്റഗറി ആയിക്കോട്ടെ, ഏത് ആണെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഈ ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ വന്നു എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങളുണ്ട് എങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. ഒപ്പം തന്നെ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗങ്ങളിൽ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ എവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് എന്ന മേഖലയിൽ നിന്ന് വളരെ റീസെൻ്റ് ആയിട്ട് നടത്തിയ BFO എക്സാമുകളിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് ഏത് എക്സാമിനാണ് ആ ചോദ്യം വന്നത് എന്നതും ഞാൻ ആ സ്ലൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? 27/2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961, ഓപ്ഷൻ ബി വന്യജീവി സംരക്ഷണ നിയമം 1972, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇതായിരുന്നു നമ്മുടെ എക്സാമിൻ്റെ ചോദ്യം. ഇവിടെ പല ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന 3 ആക്ടുകളും പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്ത് പഠിച്ചിട്ടുണ്ടാവില്ല കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് എന്നത്. വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഏതായിരിക്കും ശരി ഉത്തരം എന്ന കാര്യത്തിൽ ചില ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നു. നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന കേരള ഫോറസ്റ്റ് ആക്ട് 1961 പറയുന്നു കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് എന്നത്. അപ്പം ഈ ഒരു നിയമപ്രകാരം കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? പുതിയൊരു നിയമമാണ്. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 27/2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സെയിം എക്സാമിന് തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം, നിയമങ്ങളുടെ ഭാഗത്തു നിന്നും വന നിയമങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന ചോദ്യമാണ്. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 1927, 1986, 1972, 1980. ഇവിടെ നമുക്ക് ശരി ഉത്തരമായിട്ട് എടുക്കേണ്ടത് ഓപ്ഷൻ ബി 1986 എന്നതാണ്. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്.
നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം പറയുന്നു, ഇന്ത്യൻ വന നിയമം അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളും ഉണ്ട്. എത്ര ചാപ്റ്ററുകളും എത്ര സെക്ഷനുകളും ഉണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് ഓപ്ഷൻ എയിൽ പറയുന്നു 4 ചാപ്റ്ററുകളും 72 സെക്ഷനുകളും ഉണ്ട്. 4 ചാപ്റ്ററുകളും 72 സെക്ഷനുകളും ഉണ്ട്. ഓപ്ഷൻ ബിയിൽ പറയുന്നു 13 ചാപ്റ്ററുകളും 96 സെക്ഷനുകളും ഉണ്ട്. ഓപ്ഷൻ സിയിൽ പറയുന്നു 6 ചാപ്റ്ററുകളും 68 സെക്ഷൻസും ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു 10 ചാപ്റ്ററുകളും 100 സെക്ഷൻസും ഉണ്ട് എന്ന്. നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. പക്ഷേ ചാപ്റ്ററുകളുടെ എണ്ണം വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് ആൻസറിലേക്ക് പോകേണ്ടത്. നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന 72, 96, 68, 100 ഒന്നും സെക്ഷൻസിന്റെ കാറ്റഗറിയിൽ പറയുന്നില്ല. പക്ഷേ PSC യുടെ ഉത്തര സൂചികയിൽ ഓപ്ഷൻ ബി എ ആണ് ശരി ഉത്തരം എന്ന രീതിയിൽ അവർ തന്നിട്ടുള്ളത്. പക്ഷേ ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കും. ഇന്ത്യൻ വന നിയമം 1927 13 ചാപ്റ്ററുകളും ഏകദേശം 85 സെക്ഷൻസും ഉണ്ട് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരത്തിലേക്ക് പോയാൽ നമുക്ക് പറയാം ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പക്ഷേ 96 എന്ന് പറയുന്നത് PSC യുടെ ഉത്തര സൂചികയിൽ വന്ന സെക്ഷൻസിന്റെ എണ്ണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 85 സെക്ഷൻസ് 86 ഉണ്ടായിരുന്നു. 1947 ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനെ മാറ്റി അതിന്റെ അടിസ്ഥാനത്തിൽ 85 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 13 ചാപ്റ്ററുകളാണ് ഇന്ത്യൻ വന നിയമത്തിൽ 1927 ഉള്ളത് എന്നറിയാമെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്താം. 44/2025 ഓൺലൈൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം ആയിരുന്നു. നെക്സ്റ്റ് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ചോദ്യം റിപ്പീറ്റഡ് ആയിട്ടൊന്ന് വായിക്കുക. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു. 35/2023 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. സെക്ഷൻ 19 ഓപ്ഷൻ എ, ഓപ്ഷൻ ബി സെക്ഷൻ 16, ഓപ്ഷൻ സി സെക്ഷൻ 4, ഓപ്ഷൻ ഡി സെക്ഷൻ 20. ഇവിടുത്തെയും ശരി ഉത്തരം. കുറച്ചുകൂടി നമ്മൾ ഇതിനകത്ത് സെക്ഷൻസ് പഠിക്കുമ്പം കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കണം. ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ക്ലാസ്സിൽ അധ്യാപകർ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് തന്നെ പോകണം. അങ്ങനെ ഒരു സെക്ഷൻ ആയിരുന്നു ഇത്. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ 19 പ്രകാരമാണ് പറയപ്പെടുന്നത്. സെക്ഷൻ 19 പ്രകാരമാണ് റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനത്തെക്കുറിച്ച് കേരള വന നിയമത്തിൽ 1961 സെക്ഷൻ 19 പ്രകാരമാണ് വിജ്ഞാപനം ചെയ്യുന്നത്, പറയപ്പെടുന്നത്. 4ാമത്തതിന്റെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 35/2023 നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. നെക്സ്റ്റ്, വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 5 വർഷം, 10 വർഷം, 15 വർഷം, 1 വർഷം. ഇതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഭാഗം കൃത്യമായിട്ടും സിലബസിൽ പറയുന്നില്ല എങ്കിൽ പോലും ചില ഭാഗങ്ങൾക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 86/2025 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR for ST only കാറ്റഗറിയിൽ ചോദിച്ചതായിരുന്നു. ഇതിന്റെ ഉത്തരം വനങ്ങൾ പരിപാലിക്കുന്നതിന് അല്ലെങ്കിൽ വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കണം. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ളതാണ്, നമുക്ക് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളുമാണ് നമ്മുടെ കുട്ടികൾ. അപ്പം അവർക്ക് ഉത്തരം പറയാൻ പറ്റും. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? 86/2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR for ST only
വിഭാഗത്തിൽ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. ഇവിടെ വനങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സമിതി രൂപീകരണത്തിൽ ആ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിന്റെ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. റേഞ്ച് ഓഫീസർ ആയിരിക്കും, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആയിരിക്കും അവിടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇനി അടുത്ത ചോദ്യത്തിൽ നമുക്ക് വേറൊരു കാര്യം പഠിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ അത് റേഞ്ച് ഓഫീസർ ആയിരിക്കും. നെക്സ്റ്റ്, ഏഴാമത്തെ ചോദ്യം, പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി VSS വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി ആരാണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് വനസംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സമിതിയാണ് വനസംരക്ഷണ സമിതി. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി VSS അവയ്ക്ക് അംഗീകാരം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആരായിരുന്നു? റേഞ്ച് ഓഫീസർ ആയിരുന്നു അതിൻ്റെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അധികാരി. ഇവിടെ അത് അംഗീകരിച്ചു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നത് ആരായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടുത്തെ ചോദ്യം വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR for ST only കാറ്റഗറിയിൽ 86/2022 നടന്ന ചോദ്യം, പരീക്ഷയുടെ ചോദ്യമായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ DFO ആണ്. ഓപ്ഷൻ എ DFO ആണ് ഇവിടുത്തെ ശരി ഉത്തരം. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 2022 നടന്ന BFO എക്സാമിന്റെ ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ 4 ഓപ്ഷൻസ്: 1947, 1961, 1952, 1988. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം. ചോദ്യം വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും പഠിച്ചിട്ടാണ് പരീക്ഷ ഹാളിലേക്ക് പോകുന്നതെങ്കിൽ തെറ്റില്ല എന്നത് 100% ഉറപ്പാണ്. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2022 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഇതിന്റെ ആൻസർ 2022, 2021, 2019, 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021. നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്ന ചോദ്യമായിരുന്നു. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 21/2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിനായിരുന്നു. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നിട്ട് അതിൽ നിന്ന് ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു നമ്മുടെ ജോലി. 1927 ഇന്ത്യൻ വനനിയമ പ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. 1927 ഇന്ത്യൻ വനനിയമം പ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംരക്ഷിത വനങ്ങൾ അഥവാ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പരിപാലിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ശ്രദ്ധിക്കണം, സംരക്ഷിത വനങ്ങൾ അഥവാ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് പരിപാലിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, റിസർവ് വനത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള അധികാരം തദ്ദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത ഭാഗത്തിലാണ് ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ട് 1-2 തവണ വായിച്ചിട്ട് നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഇവിടെ ഓപ്ഷൻ എ 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി 1 മാത്രം ശരിയാണ്. അപ്പം നമുക്കറിയാം ഇവിടെ ശരിയായ വസ്തുതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ശരിയെന്ന് നമുക്കറിയണം. ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം 3ഉം പരിശോധിച്ച് കഴിഞ്ഞാൽ 2ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ്. 2ഉം 3ഉം പ്രസ്താവനകൾ തെറ്റാണ്. തെറ്റിന്റെ കാരണം സംരക്ഷിത വനങ്ങൾ പരിപാലിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് അല്ല, സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതാണ് അവിടെ തെറ്റിപ്പോയത്.
റിസർവ് വനത്തിനുള്ളിൽ മുൻകൂർ അനുമതിയില്ലാതെ കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള അധികാരം തദ്ദേശവാസികൾക്ക് നൽകിയിട്ടില്ല. റിസർവ് വനമാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അപ്പം 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകൾ എവിടെ തെറ്റി, എങ്ങനെ തെറ്റി എന്ന് നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായി. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഒന്ന് മാത്രം ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് മുൻവർഷ BFO എക്സാമുകൾക്ക് ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായും ഏത് രീതിയിൽ ഇനിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് മനസ്സിലാക്കാം. അതായത് നമുക്കറിയാം ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നതെങ്കിൽ ഇനി ഞാൻ പഠിക്കുന്ന ഏരിയയിലും ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരാം, അതനുസരിച്ച് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം നമ്മുടെ നിലവിൽ BFO എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ലൈവായി ഒരു ക്ലാസ് റണ്ണിങ് ആണ്. ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ വളരെ കൃത്യമായും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് റിവിഷൻ ചെയ്ത് നല്ല ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ സാധിക്കും. അപ്പം ഇതിനു വേണ്ടി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫുൾ സിലബസ് കവറേജ് ക്ലാസ്സുകൾ, ഡെയിലി ടോപ്പിക് റിവിഷൻ, എക്സ്ട്രാ ലൈവ് ക്ലാസ്, മോഡൽ എക്സാംസ്, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, PYQ ഡിസ്കഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്. അത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനെ മാത്രമല്ല മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു കപ്പാസിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഉദ്യാൻ 2.0 ആദ്യ റാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൃത്യമായ രീതിയിൽ പഠിച്ച് ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഈ ഒരു ബാച്ച് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് മറ്റ് ഫീഡ്ബാക്കുകൾ അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്ത് പഠിക്കുക. ഉറപ്പായും ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ കൈ വെള്ളയിലേക്ക് തന്നെ എത്തും. അപ്പം നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനിയും പുതിയ വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ കൃത്യമായി നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായി അതിനെ ഫോളോ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ നല്ല ആശംസകളും നേരുന്നു. താങ്ക്സ് ഓൾ ഓഫ് യു.